அன்பானவர்களே, இப்பொழுது நாம் வேத புத்தகத்திலிருந்து ஏதேனில் முதல் குடும்பத்திற்கு தேவன் கொடுத்த கட்டளையை குறித்து தியானிக்க இருக்கின்றோம். ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തിൽ ആദ്യ കുടുംബത്തിന് ദൈവം അതിനെ ഏർപ്പെടുത്തിയപ്പോൾ കൊടുത്ത പ്രധാനപ്പെട്ട കൽപ്പനയെക്കുറിച്ച് അല്പസമയം ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നു. அந்த குடும்பத்திற்கு 4 காரியங்களை தேவன் கட்டளையாக கொடுத்திருக்கின்றார். ആ കുടുംബത്തിന് 4 കാര്യങ്ങൾ ദൈവം കൽപ്പനയായി കൊടുത്തിരിക്കുന്നു. ആദിയാകമം 1-ാം അധികാരം 28-ാം വചനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ, பின்பு தேவன் அவர்களை நோக்கி, நீங்கள் பலுகி பெருகி பூமியை நிரப்பி அதை கீழ்ப்படுத்தி சமுத்திரத்தின் மச்சங்களையும் ஆகாயத்தின் பறவைகளையும் பூமியில் மேல் நடமாடுகிற சகல ஜீவ ஜந்துக்களையும் ஆண்டு கொள்ளுங்கள் என்று சொல்லி தேவன் அவர்களை ஆசீர்வதித்தார். ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവകളിന്മേലും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. பலுகி பெருகுங்கள் என்று சொன்னார். വർദ്ധിച്ചു വരിക എന്ന് പറഞ്ഞാൽ നിറപ്പുங்கள் என்று சொன்னார். നിറച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ கீழ்ப்படுத்துங்கள் என்று சொன்னார். അതിനെ കീഴ്പ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ஆண்டு கொள்ளுங்கள் என்று சொன்னார். അതിനെ അടക്കി വാഴുവീൻ എന്ന് പറഞ്ഞാൽ அந்த முதல் குடும்பம் முழு பூமியிலும் இந்த காரியத்தை செய்ய வேண்டும் என்று தேவன் விரும்பினார். ആ ആദ്യ കുടുംബം ഭൂമിയിൽ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു. இன்றைக்கு பூமியில் அநேக குடும்பங்கள், ഇന്ന് ഭൂമിയിൽ ധാരാളം കുടുംബങ്ങളുണ്ട്. அப்போ ஒவ்வொரு குடும்பங்களும் தன் எல்லையில் இந்த காரியங்களை செய்ய வேண்டும் என்று தேவன் எதிர்பார்க்கின்றார். ഇന്ന് ഓരോ കുടുംബങ്ങളും അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇതേ കാര്യം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. இந்த அருமையான பிள்ளைகள் இன்றைக்கு குடும்பமாய் இணைக்கப்படுகின்றார்கள். ഇന്ന് ഈ ബഹുമാനിയായ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കുടുംബമായി മാറാൻ പോവുകയാണ്. இவர்களுக்கு தேவன் கொடுத்த அழகான ஆசீர்வாதமும் கட்டளையும் என்னவென்றால், முதலாவது பலுகி பெருகுங்கள். അതെ, ഇവർക്ക് ദൈവം കൊടുക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വർദ്ധിച്ച് പെരുകണമെന്നുള്ളതാണ്. அந்த ஆசீர்வாதம் இவர்களுக்கு நிறைவாய் உண்டாவதாக. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വർദ്ധിച്ച് അനുഗ്രഹമായി നിറയുമാറാകട്ടെ. മകളിൽ இந்த சரீர வாழ்க்கைக்கு பூமியில் அநேக நன்மைகள் நமக்கு தேவை. ശരീരപ്രകാരമുള്ള ജീവിതത്തിൽ ഈ ഭൂമിയിൽ ധാരാളം നന്മകളുണ്ട്. ஆகாரம் தொடங்கி வஸ்திரம் தொடங்கி படிப்பு வேலை வாய்ப்பு என்று அநேக பூமிக்குரிய நன்மைகள் தேவை. നമുക്ക് ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം, അവസരങ്ങൾ, തൊഴിലുകൾ തുടങ്ങി ധാരാളം ഭൗതികമായ അനുഗ്രഹങ്ങളുണ്ട്. பணம் பொருள் செல்வம் என்பவைகள் தேவை. പണം, മറ്റ് വസ്തുക്കൾ, മറ്റ് നന്മകളെല്ലാം ആവശ്യമാണ്. சுகம் பாதுகாவல் என்பவைகள் தேவை. നല്ല സൗഖ്യവും സംരക്ഷണയും നമുക്ക് ആവശ്യമാണ്. இவைகளெல்லாம் பூமிக்குரிய நன்மைகள். ഇതെല്ലാം ഭൂമി സംബന്ധമായ ഭൗമികമായ നന്മകളാണ്. இவைகளில் பெருகி வளர இவர்களை தேவன் ஆசீர்வதிப்பாராக. ഈ വസ്തുക്കളിലെല്ലാം വർദ്ധിച്ച് പെരുകുവാൻ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. இரண்டாவது ஆவிக்குரிய ஆசீர்வாதங்கள். ആത്മീകമായ അനുഗ്രഹങ്ങൾ. ஆவிக்குரிய ஆசீர்வாதங்களில் பலுகி பெருக ஆண்டவர் ஆசீர்வதிப்பாராக. ആത്മീയ അനുഗ്രഹങ്ങൾ വർദ്ധിച്ച് പെരുകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. அது நம்முடைய ஆத்துமாவை நிரப்புகின்ற അത് ஆசீர்வாதங்கள். നമ്മുടെ ആത്മാവിനെ നിറയ്ക്കുന്ന അനുഗ്രഹങ്ങളാണ്. அது நித்தியம் வரைக்கும் நம்மோடு கூட வரக்கூடிய ஆசீர்வாதங்கள். അത് നിത്യതയോളം നമ്മെ തുടരുന്ന ആത്മീയ അനുഗ്രഹങ്ങളാണ്. விசுவாசம், பரிசுத்தம், அபிஷேகம் போன்றவைகள். വിശ്വാസം, വിശുദ്ധി, അഭിഷേകം ഇതെല്ലാം നിലനിൽക്കുന്ന ഒന്നാണ്. தேவனுடைய ஆவிக்குரிய ஆசீர்வாதங்கள் அளவிட முடியாததாக இருக்கின்றது. ദൈവം നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല. அவைகளால் இந்த பிள்ளைகள் 2 பேருடைய ஆத்துமாக்களும் இதுவரை இருக்கிறதை பார்க்கிலும் அதிகமாக பலுகி பெருகட்டும். ആ നന്മകളാൽ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതം ഇന്നുവരെ കണ്ടതിനപ്പുറമായി ഏറ്റവും ശ്രേഷ്ഠമായി വർദ്ധിച്ച് പെരുകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. மூன்றாவது பரலோக பொக்கிஷங்கள். മൂന്നാമതായി സ്വർഗീയമായ നന്മകൾ. இந்த உலகத்தில் இருக்கும் பொழுதே பரலோகத்தில் பொக்கிஷம் சேர்க்க வேண்டும் என்று இயேசு சொல்லி ഈ இருக்கிறார். ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം കാത്തുകൊള്ളണമെന്ന് കർത്താവ് പറഞ്ഞു. எனவே இவர்கள் அதிலும் பெருகி வளருவார்களாக. ആ സ്വർഗീയ നിക്ഷേപങ്ങളിലും വർദ്ധിച്ച് പെരുകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. கர்த்தரை நோக்கி செய்யும் ஜெபங்கள், கர்த்தருக்கு பிரியமாய் நடக்கும் நடைகள்,
ആ കർത്താവിനോട് ചെയ്യുന്ന പ്രാർത്ഥനകൾ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി കർത്താവിനെ നോക്കി നടക്കുന്ന ജീവിതം, இதெல்லாம் பரலோகத்திலே பொக்கிஷம் சேர்ப்பது. ഇത് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കാത്തതിലൂടെ സ്വർഗത്തിൽ നാം നമ്മുടെ നിക്ഷേപങ്ങളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. இந்த ஆசீர்வாதங்களும் இவர்களுக்கு பெருகுவதாக. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളും ഇവരുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകട്ടെ. உண்மையில் இந்த பூமிக்குரிய நன்மைகள், ஆவிக்குரிய ஆசீர்வாதங்கள், பரலோக பொக்கிஷங்கள் ஒரு மனிதனுக்கு பெருகினால் അവനെ മെയ്യാക ആശീർവദിക്കപ്പെട്ടു. വാസ്തവത്തിൽ ഈ ലോക സംബന്ധമായ അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നന്മകളും അതോടൊപ്പം തന്നെ ആ സ്വർഗീയമായ നിക്ഷേപങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകിയാൽ ആ വ്യക്തി യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. இந்த பாக்கியம் இந்த மணமக்களுக்கும் இங்கே கூடி வந்து இந்த வார்த்தை கேட்கின்ற அத்தனை குடும்பங்களுக்கும் உண்டாகட்டும். ഈ അനുഗ്രഹീതമായ ഭാഗ്യം ഇന്ന് വിവാഹിതരാകുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കും അതോടൊപ്പം തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകട്ടെ. അടുത്ത് നാം பார்த்தோம் பூமியை நிரப்புங்கள் என்று கர்த்தர் சொன்னார். രണ്ടാമത് കർത്താവ് പറഞ്ഞത് ഭൂമിയെ നിറയ്ക്കണമെന്ന്. அதற்காக அவர்களை ஆசீர்வதித்தார். അതിനുവേണ്ടി ദൈവം അവരെ അനുഗ്രഹിച്ചു. இவர்கள் நிரப்ப வேண்டிய சில காரியங்கள் இருக்கின்றது. ഇവർ നിറയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. முக்கியமாக இவர்கள் நிறைக்க வேண்டிய ஒரு 3 விஷயங்களை சொல்ல விரும்புகிறேன். മുഖ്യമായി അവർ നിറയ്ക്കേണ്ട, അവർ പൂർത്തീകരിക്കേണ്ട ചില കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. முதலாவதாக fill yourself with godly character. ഒന്നാമതായി നിങ്ങളെ തന്നെ ദൈവിക സ്വഭാവം കൊണ്ട് നിറയ്ക്കണം. அது மிக மிக முக்கியமான விஷயம். അത് വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. அருமையான மெர்லினும் கெசியாவும் அதிகமாய் கிறிஸ்துவின் சாயலை தரித்துக்கொண்டு அதனால் தங்களை நிரப்பிக் கொள்ள வேண்டும். പ്രിയപ്പെട്ട മെർലിനും കെസിയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്യധികമായിട്ട് ക്രിസ്തീയ ദൈവിക സ്വഭാവം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിറച്ചുകൊള്ളേണ്ടത് ആവശ്യം. അത് തനിമനിത வாழ்க்கையை തൂക്കി നിർത്തും. അത് വ്യക്തിപരമായ ജീവിതത്തെ വളരെ അനുഗ്രഹീതമായി പിടിച്ചു നിർത്തുന്നതാണ്. ഇன்றைக்கு personality development என்று பல முயற்சிகளை எடுக்கின்றார்கள். ഇന്ന് വ്യക്തിത്വ അതിന്റെ പുരോഗതിക്ക് വേണ്ടി ധാരാളം പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ വന്നാൽ അതുதான் சரியான personality development. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന സ്വഭാവം നമുക്കുണ്ടായാൽ അത് തന്നെയാണ് ശരിയായ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ സ്വഭാവത്താൽ നിറപ്പപ്പെട്ടാൽ കുടുംബം പരലോകം പോലെ ഇരിക്കും. ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറയ്ക്കപ്പെട്ടാൽ കുടുംബം സ്വർഗരാജ്യം പോലെ ആയിരിക്കും. വേലൈ സ്ഥലം അങ്ങിരിക്കുന്ന മക്കൾ ഉങ്ങളാൽ ആശീർവദിക്കപ്പെടുവാர்கள். ജോലി സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾ നിമിത്തം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിൽ കണ്ടാൽ. അതിനാൽ fill yourself with godly character. അതുകൊണ്ട് ഫസ്റ്റ് ആയിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ദൈവിക സ്വഭാവം കൊണ്ട് നിറയ്ക്കുക. രണ്ടാമത് fill your partner with yourself. രണ്ടാമതായി നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളെ കൊണ്ട് നിറയ്ക്കുക. ഉൻ മനവിയെ നീ നിറപ്പ്. നിന്റെ ജീവിത പങ്കാളിയെ നിറയ്ക്കുക. ഒരു കണവനെ നീ നിറപ്പ്. നിന്റെ ഭർത്താവിനെ നീ നിറയ്ക്കുക. അപ്പോഴാണ് ഉங்களுக்குள் ഒരു നിറവ്, തൃപ്തി, സന്തോഷം ഉണ്ടാകും. ആ സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സംതൃപ്തി, യഥാർത്ഥമായ സന്തോഷം ഉണ്ടാകുന്നത്. അതற்கு தான் கர்த்தர் உங்களை இணைக்க போகிறார். അതിനു വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ പോകുന്നത്. മനുഷ്യൻ തനിമയായി ഇരുപ്പത് നല്ലത് അല്ല എന്ന് ദേവൻ சொன்னார். മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം പറഞ്ഞു. സോ അവൻ നിറപ്പപ്പെട வேண்டும். അതുകൊണ്ട് അവൻ നിറയ്ക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അവനക്ക് ഒരു ഫുൾനെസ് ഉണ്ടാക வேண்டும். അവന്റെ അകത്തൊരു പൂർണ്ണത ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതற்கு தான் കണവനെ മനവിയെ തരുகிறார். അതിനാണ് ഭർത്താവിന് ഭാര്യയെ നൽകുന്നത്. இந்த நிரப்புதல் என்ற സബ്ജക്റ്റ് ഒരു പെരിയ സബ്ജക്റ്റ്. ഈ നിറയ്ക്കുക, പൂർത്തീകരിക്കുക, പൂർണ്ണമാക്കുക എന്നുള്ളത് ഒരു വലിയ ആഴമേറിയ സബ്ജക്റ്റ് ആണ്. മனைவிக்கு ഒരു ബലവീനം இருக்கும்போது കണവൻ തനക്ക് இருக்கிற ബലത്തിനാൽ அதை നിറപ്പ്. ഭാര്യയ്ക്ക് ബലക്ഷയം ഉണ്ടായാൽ ഭർത്താവിനുള്ള ബലം കൊണ്ട് ഭാര്യയെ നിറയ്ക്കുന്നു. ஒருவர் சோர்ந்து போனால் உனக்குள் இருக்கிற விசுவாச தைரியத்தை கொண்டு அந்த வெற்றிடத்தை நிரப்பு. ഒരാൾ മനസ്സുകൊണ്ട് ക്ഷീണിച്ചു പോകുമ്പോൾ മറ്റു വ്യക്തിയിലകത്തുള്ള വിശ്വാസം കൊണ്ട് അടുത്ത വ്യക്തിയെ നിറയ്ക്കേണ്ടത് ആവശ്യമാണ്. നൽ വാർത്തകളാൽ அந்த இடத்தை நிரப்பி அவர்களை பலப்படுத்து. നല്ല വർത്തമാനം, നല്ല സംസാരം കൊണ്ട് അവരെ നിറച്ച് അവരെ ശക്തീകരിച്ച് എഴുന്നേൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. വീട്ടുക്കുള്ളേ രണ്ടുപേരും പേസக்கூடிய വാർത്തകൾ ഒരുവരെ ഒരുവർ സന്തോഷപ്പെടുത്തി തൃപ്തിപ്പെടുത്തി നിറപ്പ. വീട്ടിനകത്ത് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന വാക്കുകൾ ഒരുവരോട് ഒരുവനെ സന്തോഷിപ്പിച്ച് സംതൃപ്തിയാക്കി അന്യോന്യം നിറയ്ക്കുന്ന അനുഭവത്തിലായി തീരണം. ഒരേ വീട്ടിൽ വാഴ്ന്നും ഒരേ കുടുംബமாக നിങ്ങൾ
கல்யாண வீடுகளுக்கு வந்தாலும் 2 பேர் 2ஆയി வாழ்ந்து கொண்டே இருக்கிற குடும்பங்கள் உண்டு. ഇന്ന് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരേ തരത്തിൽ ജീവിക്കുന്ന ചില പ്രിയപ്പെട്ടവർ കല്യാണം മറ്റ് സ്ഥലങ്ങളിലൊക്കെ വന്നാൽ 2 തട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. அது சரியல்ல. நீங்கள் ஒருவரை ஒருவர் நிரப்ப வேண்டும். അത് ശരിയല്ല. നിങ്ങൾ ഒരുവരോട് ഒരുവനെ നിറയ്ക്കുന്ന അനുഭവത്തിലായി തീരണം. அல்லேலூயா. ഹല്ലേലൂയ. மூன்றாவது, உங்கள் வாழ்வின் எல்லை முழுவதையும் நீங்கள் நிரப்ப வேண்டும். മൂന്നാമതായി നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പരിതസ്ഥിതികളും നിങ്ങൾ നിറയ്ക്കുന്നവരായി തീരണം. அங்கே ஒரு நல்ல நிரப்புதல் உண்டாயிருக்க வேண்டும். ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിറയ്ക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകണം. உங்களால் அங்கே ஒரு சந்தோஷம் உண்டாகணும். നിങ്ങളാൽ അവിടെ ഒരു സന്തോഷം ഉണ്ടാകും, ஒரு பிரயோஜனம் உண்டாகும். ഒരു പ്രയോജനം ഉണ്ടാകും. பிள்ளைகள், നിങ്ങളുടെ മക്കൾ, உங்கள் குடும்பத்தை சூழ வரப்போகிற நண்பர்கள், നിങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് വരുന്ന അതെ പ്രിയപ്പെട്ടവர்கள், இரு குடும்பத்து உறவினர்கள், ഇരു കുടുംബത്തിനുമുള്ള ബന്ധക്കാർ, உங்கள் சபை மக்கள், നിങ്ങളുടെ സഭാ വിശ്വാസികൾ, இப்படி உங்களுடைய அந்த லைஃப், உங்களுடைய வாழ்வின் எல்லை அது பெரிதா இருக்கிறது. നിങ്ങളുടെ ജീവിതത്തിന്റെ അതിര് വളരെ വിസ്തീർണമായിരിക്കുന്നു. எல்லா இடத்திலும் நீங்கள் இருவரும் சேர்ந்து நிரப்புங்கள். എല്ലാ തലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ഇരുവരും ചേർന്ന് സകലത്തെ നിറയ്ക്കുന്ന അനുഭവം വേണം. இவர்கள் வந்தது எங்களுடைய கம்பெனிக்கு ஆசீர்வாதம். ഇവർ എന്റെ ജീവിതത്തിൽ വന്നത് എന്റെ കമ്പനിക്ക് ഒരു അനുഗ്രഹമായി തീർന്നു. இவர் யாரோ அறியப்படாதவர் போல் ஒதுக்கி தன் வேலையை செய்துட்டு போகிறவர் அல்ல. எல்லாரிடம் பேசுறவர், நிரப்புகிறவர். ഇവരാർക്കും പരിചയമില്ലാത്തതുപോലെ ചുമ്മാ വന്നിട്ട് പോകുന്ന വ്യക്തിയല്ല. എല്ലാവരോടും പരിചയപ്പെടുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു, എല്ലാറ്റിലും നിറയ്ക്കുന്ന നിറവിന്റെ അനുഭവമുള്ളവരാ. இந்த சபைக்கு இந்த குடும்பம் ஒரு ஆசீர்வாதம். ഈ സഭയ്ക്ക് ഈ കുടുംബം ഒരു അനുഗ്രഹമാണ്. சபையினுடைய காரியங்களிலே பங்கு பெறுகிறார்கள். സഭയുടെ എല്ലാ വിഷയങ്ങളും അവർ പങ്കെടുക്കുന്നു, எல்லாரோடு பழகுகிறார்கள். എല്ലാവരോടും നന്നായി ഇടപെടുന്നു. இப்படி எல்லா ஏரியாவையும் நாம் நிரப்ப வேண்டும். അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരു നിറവിന്റെ അനുഭവമുള്ളവരായി നാം മാറണം. இதற்காக அந்த ஆதாம் ஏவாளை ஆசீர்வதித்தவர் இன்று இந்த பிள்ளைகளையும் ஆசீர்வதிப்பார். അതിനുവേണ്ടി ആദാമിനെയും ഹവ്വയെയും അനുഗ്രഹിച്ച ദൈവം ഇന്ന് ഈ പ്രിയ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. மூன்றாவது, கீழ்ப்படுத்து என்று சொன்னார். മൂന്നാമതായിട്ട് സകലത്തെയും കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞിരിക്കുന്നു. சப்டியூ, கீழ்ப்படுத்து. അത് കീഴ്പ്പെടുത്തുക. சில காரியங்களை கீழ்ப்படுத்தினால் தான் நீ வாழ முடியும். ചിലതിനെ എല്ലാം നീ അടക്കിയാൽ മാത്രമേ നിനക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. இல்லாவிட்டால் அது உன்னை கீழ்ப்படுத்த നീ ஆரம்பித்து കീഴ്പ്പെടുത്തേണ്ടതിനെ അടക്കേണ്ടതിനെ അടക്കാതെ പോയാൽ അത് നിന്നെ അടക്കുവാനിടയായി തീരും. வாழ முடியாது. ரொம்ப நெருக்கங்கள் வரும். നിനക്ക് ജീവിക്കാൻ പറ്റില്ല. ധാരാളം ഞെരുക്കങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടാം. அதிலும் 3 விஷயங்களை சொல்ல അതിൽ விரும்புகிறேன். 3 കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. உலகம், மாம்சம், பிசாசு. ലോകം, ജഡം, പിശാച്. இது மூணும் தான் நம்மளை ஓவர்டேக் பண்ண பார்க்கிற பயங்கரமான சத்துருக்கள். നമ്മെ എപ്പോഴും അതിജീവിക്കാൻ ശ്രമിക്കുന്ന ശക്തരായ ശത്രുക്കൾ ഈ മൂവരാണ്. எந்த தனி வாழ்க்கை, எந்த குடும்பம் இதை மூன்றையும் സബ്ഡ്യൂ பண்ணார்களோ, കീഴ്പ്പെടുത്തിനാர்களോ അവர்கள் வாழ்வார்கள். അതെ, ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിൽ എന്തിനൊക്കെ അടക്കേണ്ടിയുണ്ടോ അവയെല്ലാം വ്യക്തിപരമായ ജീവിതത്തെ അടക്കുവാൻ കഴിയുന്നവരാണ് വാഴുവാൻ കഴിയുന്നവർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതോട് കൂടെ 4ാவது சொல்லியிருக்கு, ആണ്ട് കൊള്ളുங்கள். അതിനുശേഷം അതിന് മറ്റുള്ളവരോട് ചേർന്ന് സ്വയത്തെയും അടക്കേണ്ടത് ആവശ്യമാണ്. ആണ്ട് കൊള്ളുകൾ. അടക്കി വാഴുക എന്ന് പറഞ്ഞേക്കുന്നു. Have dominion over them. അവയെ അടക്കി വാഴുക, അവയെ ഭരിക്കുക. വെറും അടക്കുതൽ மட்டுமல்ல, അടക്കി നടത്തുതൽ. അതെ, ശരിക്ക് അടക്കുക മാത്രമല്ല, അടക്കി ശരിക്ക് അവരെ നടത്തുക എന്നും അർത്ഥമുണ്ട്. അതായത് അവകളെ നമുക്ക് பயன்படுத்திக் கொள்ள வேண்டும். അത് അവയെല്ലാം നമുക്ക് പ്രയോജനമാക്കി തീർക്കേണ്ടത് ആവശ്യമാണ്. അവകൾ തങ്ങൾ തീയ നോക്കത്തുക്കാக നമ്മை பயன்படுத்த நம்ம விட்டு கொடுத்து விடக்கூடாது. അവകൾ അഥവാ നാം അടക്കേണ്ട വസ്തുതകൾ നമ്മെ തെറ്റായ ലക്ഷ്യത്തിലേക്ക് അടക്കി നശിപ്പിക്കുവാൻ നമ്മെ വിട്ടുകൊടുക്കരുത്. இந்த விஷயத்தில் குடும்பங்கள் கவனம் செலுத்த வேண்டும். ഈ വിഷയത്തിൽ കുടുംബങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. உலகத்தை பற்றி நாம் பார்க்கும் பொழுது, ലോകത്തെ നാം നോക്കുമ്പോൾ உலகம் பலவேளை நம்மை கீழ்ப்படுத்த பார்க்கிறது. ലോകം പലപ്പോഴും നമ്മെ കീഴ്പ്പെടുത്തുവാൻ, നമ്മെ അടക്കുവാൻ ശ്രമിക്കുന്നു. உலகத்திலே வாழ்வதற்கு பல காரியங்கள் தேவை. ലോകത്തിൽ ജീവിക്കുവാൻ പല ആവശ്യങ്ങളുണ്ട്. അത് നമ്മൾ முதல்ல சொன்ன ഭൂമിക്കുரிய നന്മകൾ നമുക്ക് വേണം. അതെല്ലാം ഭൗതികമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു.
அப்ப அவைகளை பெற்றுக்கொள்ள தக்கவண்ணம் நாம் வாழ வேண்டும். അവയൊക്കെ പ്രാപിച്ചെടുക്കത്തക്കവണ്ണം നാം ജീവിക്കണം. முதலாவது தேவனுடைய ராஜ்யத்தை அவருடைய நீதியும் தேடுங்கள். ഓക്കെ, ഒന്നാമത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. அப்பொழுது உங்களுக்கு இந்த பூமிக்குரிய நன்மைகள் எல்லாம் கூட கொடுக்கப்படும். ആ സമയത്ത് ഭൂമിയിൽ നിങ്ങൾക്ക് അനുഭവേദ്യമാകേണ്ട നന്മകളെല്ലാം ദൈവം അനുഗ്രഹമായി തരും. பூமிக்குரிய நன்மைகள் எல்லாம் பரத்திலே உருவாக்கி ஜோதிகளின் பிதா நமக்கு இறங்கி வர பண்ணுகிறார். ഇതല്ല ഭൂമി നാം അനുഭവിക്കേണ്ട നന്മകളെല്ലാം ആ സ്വർഗത്തിൽ നിന്ന് ഉരുവാക്കി വെളിച്ചങ്ങളുടെ പിതാവായ ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. அப்போ அவைகள் எனக்கு போதும், அவைகளை நான் பெற்றுக்கொள்ள வேண்டும் என்று வாழ்ந்தால் இந்த உலகத்தை ஜெயிக்கலாம். ആ ദൈവം തരുന്നത് എനിക്ക് മതി, അത് ഞാൻ പ്രാപിച്ചാൽ മതി എന്ന ലക്ഷ്യബോധത്തോടെ ജീവിച്ചാൽ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ലോകം നമ്മെ അടക്കത്തില്ല. அதை விட்டு பண ஆசைக்கு, பொருள் ஆசைக்கு இடம் கொடுக்கிறவங்க தான் உலகத்துக்கு கீழ்பட்டு போகிறவர். ദൈവികമായി ലഭ്യമാകുന്നതിനെ അവഗണിച്ചിട്ട് അത് ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ, ലോക ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുന്നവനാണ് പരാജയപ്പെട്ടു പോകുന്നത്. இந்த ஆசையை வைத்தே உலகம் நம்மை கண்ட்ரோல் பண்ண ஆரம்பிக்கும். ഈ മോഹങ്ങൾ വെച്ചുകൊണ്ടാണ് ലോകം നമ്മെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. ஆசையை ஜெயிக்க வேண்டும். അതുകൊണ്ട് ഈ മോഹങ്ങളെ അതിജീവിക്കണം. கர்த்தர் எனக்கு பரத்திலே உருவாக்கி கொண்டிருக்கிறார். ദൈവം എനിക്ക് സ്വർഗത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ஏற்ற வேளையில் தருவார். തക്ക സമയത്ത് അതെനിക്ക് തരുവാനിടയായി തീരും. അവർ സകലവും കരുതുന്ന, എനിക്കായി കരുതുന്ന യഹോവ-ഈരേ. அந்த விசுவாசமே இந்த ஆசைகளாகிய உலகத்தை ஜெயிக்கிற ஜெயம். ആ ദൈവത്തിങ്കലെ വിശ്വാസം ഈ ലോകത്തിലെ വേണ്ടാത്ത ആഗ്രഹങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ജയം നൽകുന്ന അതിവിശുദ്ധ വിശ്വാസമാണ്. ഇതേപോലെ മാംസത്തെ എടുത്തുകൊണ്ടാൽ, ഇതുപോലെ ജഡത്തെ നോക്കിയാൽ, இந்த மாம்ச வாழ்க்கை செயல்படுகிறது முக்கியமாக சிந்தனை, சித்தம், உணர்ச்சி. ഈ ജഡ ജീവിതം നടക്കുന്ന തന്നെ നമ്മുടെ ആഗ്രഹങ്ങള്, ചിന്ത, അതേപോലെ താല്പര്യങ്ങൾ. இதை பரிசுத்த ஆவி நம்முடைய ஆத்துமாவின் மூலம் கண்ட்ரோல் பண்ணி நடத்தினால் நமக்கு பெரிய ஜெயமாக இருக்கும். ഈ ജഡത്തിലുണ്ടാകുന്ന ചിന്തകളെയെല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് നടത്തുവാൻ കഴിയുന്നുവെങ്കിൽ ജഡത്തെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. அதற்கு பதில் நம்முடைய சொந்த மாம்சம் இந்த ആത്മാവെ അല്ല ചിന്തന, ചിത്തം, ഉണർച്ചയെ നടത്ത ആരംഭിച്ചിട്ടാ തോൽവിയാ പോയി. അതേപോലെ അതിന് ബദലായിട്ട് നമ്മുടെ ജീവിതത്തില് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഉണർവുകൾ, ഇതിനെയൊക്കെ ജഡത്തിന്റെ ഇംഗിതത്തിന് വിട്ടുകൊടുത്താൽ പരാജയപ്പെടും. எனவே இந்த சிந்தனைகள், உணர்ச்சி, இந்த தீர்மானம் எடுக்கிறது, இதெல்லாம் நம்முடைய கண்ட்ரோல்ல இருக்கணும். பரிசுத்த ஆவியின் பலத்தோடு வேத வசனத்தின் அடிப்படையில் அவைகள் அமைய வேண்டும். നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഉണർവുകൾ, നമ്മുടെ ശരീരത്തിലുള്ള താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഇതിനെയൊക്കെ കീഴ്പ്പെടുത്താൻ കഴിയണം. അല്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. അതേപോലെ പിശാച് அதை മുഴുവതും കീഴ്പ്പെടുത്തിയേ ആക வேண்டும். മൂന്നാമത്തെ വിഷയം പിശാചാണ്. പിശാചത്തിന് 100% കീഴ്പ്പെടുത്തിയേ മതിയാകത്തുള്ളൂ. அதை வழி நடத்த போக வேண்டாம். അതിനെ നമ്മൾ ഡയറക്റ്റ് അതിനെ വഴി നടത്തേണ്ട, அதை கீழ்ப்படுத்திட்டா போதும். അതിനെ കീഴ്പ്പെടുത്തുക തന്നെ വേണം. இன்றைக்கு ஒருவர் ஒரு வார்த்தை சொன்னார். ഇന്ന് ഒരാൾ ഒരു വാക്ക് പറഞ്ഞു. രണ്ടുപേരാ ചേർന്ന് ഒരിടத்துல തങ്ങി കൊണ്ടിരിക്കறாங்க. രണ്ടുപേര് ചേർന്ന് ഒരു സ്ഥലത്ത് താമസിക്കുന്നു. அப்போ ஒருத்தர் போயிருக்கிறார், என்ன இது கதவு ஜன்னல்லாம் இன்னும் திறக்கல அப்படின்னு சொல்லி இருக்கிறார். ഒരാൾ പറഞ്ഞു, എന്താ ഇത്, ഇതുവരെയും കതകും ജനലൊന്നും തുറന്നിട്ടില്ല. அந்த அம்மா சொன்னார்களாம், நான் கதவை பூட்டினேன், பிசாசு ஜன்னலை பூட்டுச்சு, அதனால நான் கதவை மட்டும் திறந்தேன். ഓക്കെ, ഞാൻ സിസ്റ്റർ പറഞ്ഞു പോലും, അതെ, ഞാൻ കഥകടച്ചു, പിശാച് ജനലടച്ചു, അതുകൊണ്ട് ഇപ്പം ഞാൻ കഥക് മാത്രം തുറന്നെന്ന്. அவங்க சொன்ன பிசாசு கூட இருக்கிற ஆளு. ആ സഹോദരി പറഞ്ഞ പിശാച് മറ്റാരുമല്ല, സ്വന്തം ജീവിത പങ്കാളിയാണ്, കൂടെ ഇരിക്കുന്ന വ്യക്തിയാണ്. അവർ ജനല പൂട്ടിനാല ഇവങ്ക തുറക്ക മാട്ടാകളാം. ഓക്കെ, അദ്ദേഹം ജനൽ പൂട്ടിയതുകൊണ്ട് ഇവർ തുറക്കത്തില്ല. അപ്പോ ഞാൻ சொன்ன பரவாயில்லையே, பிசாசை அசிஸ்டண்டா வச்சிருக்காங்களே. ഓക്കെ, പിശാചെ അസിസ്റ്റന്റാ വെച്ച് பயன்படுத்துறாங்களே. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പിശാചിനെ അസിസ്റ്റന്റാക്കി വെച്ച് ഇവർ പ്രയോജനപ്പെടുത്തുകയാണ്. കതവ് ജനൽ അടക്കി, കതക് ജനൽ അടയ്ക്കുന്നത് പിശാചിന്റെ പേരില്ല. இந்த வேலைப்பாடுகள் செய்ய இறங்கிடக்கூடாது. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. അത് മന്ത്രവാദികൾ ചെയ്യുന്ന വേല. ഇത് മന്ത്രവാദികൾ ചെയ്യുന്ന പരിപാടിയാണ്. പിശാചുകളെ നടത്ത പോകുறார்கள். ഇവരെ നടത്തി പിശാച കടൈസിൽ അവர்கள் മൊത്തം പിടിപെട്ടു പോവാർ. അവസാനം മൊത്തത്തിൽ പിശാചിനെ പിടിക്കപ്പെടും. அதனால பிசாசுகளை வழி நடத்த போக வேண்டாம். അതുകൊണ്ട് പിശാച്
പിശാചിനെ കൊണ്ട് വഴിനടത്താൻ ആഗ്രഹിക്കരുത്. நம்முடைய குடும்பத்துக்கு எதிராய் வாழ்வுக்கு எதிராய் எழும்புகிற சகல பிசாசின் வல்லமைகளையும் மேற்கொள்ள வேண்டும். നമ്മുടെ ജീവിതത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ നന്മകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും നമ്മൾ സമ്പൂർണ്ണമായി കീഴ്പ്പെടുത്തി അതിനെ അതിജീവിക്കണം. அதற்கு இயேசு நமக்கு அதிகாரம் தந்திருக்கிறார். അതിനുവേണ്ടി കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. அருமையான பிள்ளைகளை, டெய்லி தேவ சமூகத்தில் அமர்ந்து ஜெபம் பண்ணுங்கள். അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ദിവസവും ദൈവസന്നിധിയിൽ അടങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുക. വേദത്തെ കരുത്തായി വാസിத்து ശരിക്ക് தியானித்து ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിക്കുന്നു എങ്കിൽ அதன் வழി நடவுங்கள். അതിൻ പ്രകാരം നടക്കുക. கர்த்தரை ஆராதிப்பதில் குறை வைக்காதிருங்கள். കർത്താവിനെ ആരാധിക്കുന്നതിൽ അല്പം പോലും കുറവ് വരുത്തരുത്. கர்த்தருடைய காரியங்களுக்கு முதலிடம் கொடுங்கள். കർത്താവിന്റെ കാര്യങ്ങൾക്ക് മുഖ്യസ്ഥാനം കൊടുക്കുക. இந்த 4 வார்த்தைகளும் உங்கள் வாழ்வில் வெற்றியாய் ഈ நிறைவேறுவதாக. 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹീതമായി വിജയകരമായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. இயேசு சீக்கிரமாய் வரப்போகிறார். യേശു കർത്താവ് വേഗത്തിൽ വരാൻ പോവുകയാണ്. உலகத்தில் நடக்கிற ஒவ்வொரு கல்யாணமும் இயேசுவோடு சபை சேர்க்கப்படுவதை குறித்து நமக்கு சொல்லுகிறது. ലോകത്തിൽ നടക്കുന്ന ഓരോ വിവാഹങ്ങളും സഭ ക്രിസ്തുവിനോട് ചേർക്കപ്പെടുവാനിരിക്കുന്ന അനുഗ്രഹീതമായ വിഷയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. மணவாளன் மணவாட்டியை கைப்பிடித்து தன் தகப்பன் வீட்டுக்கு அழைத்து செல்வது போல വരൻ വധുവിന്റെ കൈക്ക് പിടിച്ച് തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ மத்திய ஆகாயத்தில் இயேசு வருவார். பரிசுத்தாவி சபையாகிய மணவாட்டியை அவரோடு சேர்ப்பார். இயேசு சபையை பிதாவினிடத்தில் கொண்டு செல்வார். മധ്യാകാശത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സഭയെ യേശുവിനെ പ്രസന്റ് ചെയ്യും. യേശു സഭയെ കൂട്ടിക്കൊണ്ട് പിതാവിന്റെ അടുക്കലേക്ക് പോകുവാനിടയായി തീരും. எந்த கல்யாணம் விட்டு போனாலும் இதை நினைக்க தவறாதிருங்கள். ഏത് കല്യാണത്തിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും ഈ സത്യം മനസ്സിലാക്കുവാൻ ഓർമ്മിക്കുവാൻ മറക്കരുത്. அதனாலதான் முந்தின காலங்களிலே கல்யாண வீடுகளில் எல்லாம் 2ஆம் வருகை பாடல்கள் பாடுவார்கள். അതുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിൽ എല്ലാ കല്യാണ വീടുകൾ കല്യാണ ശുശ്രൂഷകളിലും യേശുവിന്റെ 2ആം വരവിനെ കുറിച്ചുള്ള പാട്ടുകൾ പാടുമായിരുന്നു. இன்றைக்கு வேறு பல பல்சுவை பாடல்கள் வந்து விட்டன. ഇന്ന് മറ്റ് ടേസ്റ്റുള്ള പാട്ടുകളെല്ലാം വന്നു കഴിഞ്ഞു. ஆனால் அது ரொம்ப தேவை. എന്നാൽ അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. அப்போதான் மக்கள் சிந்தை அங்கே போகும். അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവരുടെ ചിന്ത കർത്താവിന്റെ വരവിലേക്ക് തിരിയും. இயேசு சீக்கிரம் வருகிறார். യേശു വേഗത്തിൽ വരാൻ പോകുകയാണ്. நாம் அதற்காய் ஆயத்தமாகும். നാം അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. இந்த மணமக்களும் அந்த கிறிஸ்துவின் வருகையின் சிந்தனையை தரித்துக் கொள்ளுங்கள். ഇന്ന് വിവാഹിതരാകുന്ന പ്രിയ കുഞ്ഞുങ്ങളും ആ യേശു ക്രിസ്തുവിന്റെ വരവിനെ പ്രമുഖമായി മനസ്സിനകത്ത് കരുതിക്കൊള്ളേണ്ടത് ആവശ്യം. உலகத்தில் சந்தோஷமாய் கர்த்தர் தந்த ஆசீர்வாதங்களை அனுபவித்து வாழுங்கள். ലോകത്തിൽ സന്തോഷമായി ദൈവം തന്ന നന്മകളെ അനുഗ്രഹങ്ങളെ അനുഭവിച്ച് ജീവിക്കുക. வேதவசனத்துக்கு வெளியே பரிசுத்த ஆவியானுடைய നടത്തുதலுக்கு வெளியே சென்று അനുഭവിக்க பார்க்க வேண்டாம். അതെ, ദൈവവചനത്തിന് അപ്പുറമായത്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്ക് അപ്പുറമായത് പ്രാപിക്കുവാൻ താല്പര്യപ്പെടരുത്. உங்களுக்கு எல்லா ஆசீர்வாதங்களும் தந்து இந்த 4 ஆசீர்வாதங்களையும் நிறைவேற்ற உதவி செய்வார். സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സകല അനുഗ്രഹങ്ങളാൽ സമ്പൂർണ്ണമാക്കി, പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട 4 വിധ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.